നിങ്ങൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ ഒരു ചോദ്യം: നിങ്ങൾ അമ്മയെ ശരിയായി ബഹുമാനിക്കുന്നുണ്ടോ? പലരും ദിവസവും പ്രാർത്ഥിക്കുന്നു, ജപമാല ചൊല്ലുന്നു. പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അവർ ചെയ്യാറില്ല. അതെന്താണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ആദ്യം ഓടിയെത്തുന്നത് അമ്മയുടെ അടുത്താണ്. ആത്മീയ ജീവിതത്തിലും പരിശുദ്ധ മറിയം നമ്മുടെ സങ്കേതമാണ്. പക്ഷേ അമ്മയെ യഥാർത്ഥത്തിൽ ബഹുമാനിക്കാൻ എന്തു ചെയ്യണം? പരിശുദ്ധ അമ്മ നമ്മുടെ മധ്യസ്ഥയാണ്. വിശുദ്ധരുടെ പഠനങ്ങൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന വഴിയാണ് മറിയം. ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് പൂർണ്ണമായി വഴങ്ങിയ ജീവിതം, അതാണ് മറിയത്തെ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ നാം അമ്മയെ എത്ര ബഹുമാനിച്ചാലും അത് അധികമാവില്ല. പക്ഷേ ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ പലപ്പോഴും അമ്മയോട് ചോദിക്കുന്നത് എന്താണ്? എൻ്റെ പ്രശ്നം തീർക്കൂ. പക്ഷേ അമ്മ നമ്മളോട് ചോദിക്കുന്നത് മറ്റൊന്നാണ്: നീ എന്നെപ്പോലെ ജീവിക്കുമോ? അതാണ് യഥാർത്ഥ ഭക്തി. മറിയത്തിൻ്റെ വിനയം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്നു. നിശബ്ദ സഹനം, ഇവയാണ് നാം അനുകരിക്കേണ്ടത്. ഒരു അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം എന്താണെന്നറിയാമോ? മക്കൾ അവളെ വിളിക്കുമ്പോഴല്ല, അവളെപ്പോലെ ജീവിക്കുമ്പോഴാണ്. അതിനാൽ നമ്മുടെ ജീവിതം അമ്മ വഴി ദൈവത്തിന് സമർപ്പിക്കുക. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക. അമ്മയെപ്പോലെ ജീവിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ പറയൂ, പ്രാർത്ഥന മാത്രം മതിയോ? അല്ലെങ്കിൽ ജീവിതം മാറ്റണോ? കമൻസിൽ പ്രയർ അല്ലെങ്കിൽ ലൈഫ് എന്ന് എഴുതുക. ഈ സന്ദേശം മറ്റുള്ളവർക്കും എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.